ഹലോ ഫ്രണ്ട്സ്, ഇനി മുതൽ കറണ്ടും വേണ്ട, ഇന്ധനവും വേണ്ട. വെറും 50 പൈസ താഴെ ചിലവിൽ നമ്മുടെ വീട്ടിലെ പുല്ലുകൾ വെറും പുല്ല് പോലെ നമുക്ക് അടിച്ച് കളയാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല, ഇതൊന്ന് കണ്ടു നോക്ക്. എങ്ങനെയുണ്ട് ഇവൻ്റെ പവർ? ഇവൻ്റെ പവർ ഇങ്ങനെയാണെങ്കിൽ ഇവൻ്റെ പണി എങ്ങനെ ഇരിക്കും എന്ന് നോക്കണ്ടേ? നമുക്ക് ആദ്യം ഇവൻ്റെ പ്രവർത്തനം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിനുശേഷം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇതിന് പ്രധാനമായും വേണ്ടത് 12 വോൾട്ടിൻ്റെ ഒരു DC മോട്ടറാണ് വേണ്ടത്. ഇത് ഹൈ RPM ഉള്ള മോട്ടറാണ്. ഇപ്പോൾ ഏകദേശം 12,000 RPM ആണ് ഇതിൻ്റെ പവർ, റൊട്ടേറ്റിംഗ് RPM. പിന്നെ വേണ്ടത് ഒരു ആക്സോ ബ്ലേഡ്, 2 സൈഡിലും വാതലയുള്ള വീതിയുള്ള ആക്സോ ബ്ലേഡ് ആക്സോ ബ്ലേഡാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഒരു 12 വോൾട്ടിൻ്റെ DC മോട്ടറിൻ്റെ ഷാഫ്റ്റ് കണക്ടർ, അതിലാണ് നമ്മൾ ബ്ലേഡ് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് PVC പൈപ്പിൻ്റെ ഒരു എൻഡ് ക്യാപ്പ്. പിന്നെ വേണ്ടത് ഒരു 45. ഇത് 2 മീറ്റർ നീളമുള്ള പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 1.25 ഇഞ്ചിൻ്റെ പൈപ്പാണ്. നിങ്ങൾക്ക് 1.25 1.25 ഇഞ്ചിൻ്റെ പൈപ്പോ അത് നിങ്ങളുടെ സൗകര്യം പോലെ അവൈലബിലിറ്റി അനുസരിച്ച് ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് ഒരു ഇലക്ട്രിക് വയറാണ്. പിന്നെ വേണ്ടത് 12 വോൾട്ടിൻ്റെ DC ബാറ്ററി. ഇത് 9 ആംപിയറിൻ്റെ പൾസറിൻ്റെ ബാറ്ററിയാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. നമ്മുടെ 12 വോൾട്ടിൻ്റെ ബാറ്ററി DC മോട്ടർ നമ്മൾ ഇതേ സ്ക്രൂ ചെയ്ത് മുറുക്കിയിരിക്കുകയാണ് എൻഡ് ക്യാപ്പിൽ. അതിനുശേഷം നമ്മൾ ഈ മോട്ടറിൻ്റെ അത്ര നീളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് പൈപ്പാണ്, ഇത് 1.25 പൈപ്പിൻ്റെ അതേ നീളത്തിലൊരു ഇതെടുത്തിരിക്കുവാണ് പീസ്. അതിനുശേഷം നമ്മൾ ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് എങ്ങോട്ട് വേണേലും യാത്ര ചെയ്താൽ, ഒരു സ്കൂട്ടറിൽ പോയാൽ പോലും ഊരി മൊത്തം പീസാക്കി കൊണ്ടുപോകത്ത രീതിയിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ക്ലിപ്പ് ഇട്ടാൽ വെച്ചാൽ മതി. ബാറ്ററിയുടെ പിന്നിലോട്ട് നമ്മളിത് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ പൈപ്പിലോട്ട് കയറ്റിയിട്ട് ലോക്ക് ഇടുന്നു. ഇതിൻ്റെ ലോക്ക് നോക്ക്, എല്ലാത്തിൻ്റെയും സ്ക്രൂ ചെയ്താണ് ലോക്ക് ഇട്ടിരിക്കുന്നത്. നമുക്കിതെല്ലാം അഴിച്ച് എങ്ങോട്ട് വേണേലും മാറ്റാം, കണ്ടോ. അതിനുശേഷം നമ്മൾ 2 മീറ്റർ നീളമുള്ള പൈപ്പ് എടുത്തതെന്ന് ഞാൻ പറഞ്ഞു. ആ പൈപ്പ് നമുക്ക് എവിടെയെങ്കിലും മൊത്തത്തിൽ കൊണ്ടു കിടക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നടുക്ക് നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലോക്ക് തിരിച്ചാൽ നമുക്ക് ഇതിങ്ങനെ അഴിച്ചിട്ട് താണ്ട ഇതിങ്ങനെ 2 പീസാക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകാം. നമുക്ക് ഈ സാധനം ഇതിൽ വെച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ എവിടെയെങ്കിലും ദേഹത്ത് കൊണ്ട് മുറിയാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ വെച്ച് ഇത് അഴിച്ചിട്ട് ഇതിൻ്റെ ക്ലിപ്പ് ഊരിയിട്ട് നമുക്കിങ്ങനെ വണ്ടിക്കകത്തോ കവറിനകത്തോ ഇട്ടിട്ട് ഇതിങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, വയർ ഇതിലോട്ട് ചുറ്റിയിട്ട്. ഈ രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് സ്വിച്ചായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഹോളിംഗ് ബെല്ലിൻ്റെ ഇലക്ട്രിക് സ്വിച്ച്, ബെൽ സ്വിച്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഇത് കണക്ട് ചെയ്യാം. ഇത് വയർ എടുത്തിട്ട് ഇത് കണക്ട് ചെയ്ത ഉടനെ നമ്മുടെ കമ്പ് ഓക്കെ ആയി കഴിഞ്ഞു. ഇനി നേരെ നമ്മുടെ മോട്ടറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും കറക്റ്റായിട്ട് നോക്കിയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് നോക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ലെഫ്റ്റും റൈറ്റും കറങ്ങും. അതാണ് ഈ മോട്ടറിൻ്റെ പ്രത്യേകതകൾ.
കണ്ടോ, നമ്മൾ സാധനം കണക്ട് ചെയ്ത് കഴിഞ്ഞു. വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്കിത് റീജോയിൻ ചെയ്യാനും ഇത് അഴിച്ച് പീസാക്കി കൊണ്ടു നടക്കാനും സാധിക്കും. അതിനുശേഷം നമ്മുടെ പോസിറ്റീവും നെഗറ്റീവും ബാറ്ററിയിലോട്ട് കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബെൽ സ്വിച്ചിലോട്ട് ഞെക്കിയാൽ നമ്മുടെ സാധനം വർക്ക് ചെയ്ത് തരും. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമ്മുടെ ഈ ബാറ്ററി നമുക്ക് കൈ കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതിനാണ് നമുക്ക് പിന്നെ വേണ്ടത് ഒരു സ്കൂൾ ബാഗാണ്. ഒരു പഴയ സ്കൂൾ ബാഗ് വേണം. ഈ സ്കൂൾ ബാഗിനകത്താണ് നമ്മൾ ഈ ബാറ്ററി വെക്കുന്നത്. അത് വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ തോളത്തോട്ട് അങ്ങ് ഇട്ടാൽ മതി. നമ്മുടെ തോളത്ത് കിടന്നോളൂ. നമുക്ക് എവിടെ വേണേലും പോകുമ്പോൾ നമുക്കിങ്ങനെ നടന്ന് കട്ട് ചെയ്യാം. ഉണ്ടോ, നമുക്ക് പൊക്കി വേണേലും യൂസ് ചെയ്യാം. നമുക്കിങ്ങനെ പോകുമ്പോൾ കൊണ്ട് നടക്കാം. നമുക്ക് തോളത്ത് ബാറ്ററി കിടക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഭാരം അറിയത്തില്ല. നമ്മൾ ബാറ്ററി ഇതേ തന്നെ കണക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഓവർ വെയിറ്റോ ഒന്നും ഫീൽ ചെയ്യത്തില്ല. നമുക്ക് ഏതൊരു കൊച്ചു കുട്ടികൾക്കും പെൺകുട്ടികൾക്കും വീട്ടിലുള്ള സ്ത്രീകൾക്കും ആർക്ക് വേണേലും അവൻ്റെ പറമ്പിലെ പുല്ല് സിമ്പിളായിട്ട് അടിച്ച് കളയാൻ പറ്റും നമുക്ക് ഈ സാധനം കൊണ്ട്. നമുക്ക് കാറിലോ സ്കൂട്ടറിലോ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇനി പോച്ച അടിച്ച് കളയുന്നതിന് നമ്മൾ കാശ് കളയേണ്ട കാര്യമില്ല. നമ്മുടെ പറമ്പിലെ പുല്ലൊക്കെ അടിച്ച് കളയുന്നതിന് നമുക്ക് മണിക്കൂറിന് 300 രൂപ ചാർജുണ്ട്. ഒരാളെ നിർത്തി വെട്ടിപ്പറിക്കുകയാണെങ്കിൽ പോലും അതിനൊരു ദിവസത്തെ കൂലി 800 രൂപ കൊടുക്കണം. ഇത് നമുക്ക് ഒരു മണിക്കൂർ വർക്ക് ചെയ്യുന്നതിന് വെറും 50 പൈസ താഴെ ചിലവേ ഉള്ളൂ. നമ്മൾ ഈ ബാറ്ററി ഒറ്റ പ്രാവശ്യം ചാർജ് ചെയ്താൽ കണ്ടിന്യൂസ് 5 മണിക്കൂറെങ്കിലും വർക്ക് ചെയ്യും. 5 മണിക്കൂർ വർക്ക് ചെയ്യുന്നതിന് വെറും 2 രൂപയെ താഴെ നമുക്ക് കോസ്റ്റ് വരുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ ഗുണം. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക.